പറയുന്നു നമുക്ക് 365 ദിവസവും റേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. എങ്ങനെയുണ്ട്? അത് കേട്ടിട്ട് കൈയടിക്കാൻ കുറച്ച് ടീം അപ്പുറത്തുണ്ട്. നമുക്ക് നല്ല മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യരംഗത്ത് കഴിഞ്ഞ 3-4 തവണയായിട്ട് നമ്മളൊക്കെ തന്നെയാണ് നമ്പർ 1. ഈ അവാർഡ് നൽകുന്നത് വേറെ ആരുമില്ല, കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെയാണ്, കേരളം തന്നെയാണ് നമ്പർ 1. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില്, ഇവിടെയുള്ള സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തില്, ഇവിടെയുള്ള പെൻഷൻ കൊടുക്കുന്ന കാര്യത്തില്, ഇവിടെയുള്ള റേഷൻ കടയിൽ കൃത്യമായിട്ട് നമുക്ക് അരി വാങ്ങിക്കാൻ പറ്റുന്ന കാര്യത്തില്, ഇതൊക്കെ തരുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണെന്നാണ് ആതിര എന്ന് പറയുന്ന 2020 BJPക്ക് വേണ്ടി മത്സരിക്കുന്ന ഈ പാവം പെൺകുട്ടി പറയുന്നത്. എന്തൊരു വിവരക്കേടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊരു വിവരക്കേടാണ്. അല്ല, ഞങ്ങൾ കേരളത്തിന് വേണ്ടി മാത്രം മതിയോ നിങ്ങൾ ഈ തരല്? നോക്കൂ, ഞങ്ങൾക്ക് തരുന്നത് നിങ്ങൾ നിർത്തണം. കാരണം ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. BJPക്കാരായിട്ടുള്ള നിങ്ങൾ കേന്ദ്രത്തിൽ അങ്ങനെ ഭരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ എങ്ങനെ സഹായിക്കില്ലേ? സഹായിച്ച് മെനക്കെടുത്തല്ലേ? നോക്കൂ, നിങ്ങൾ സഹായിക്കേണ്ട കുറെ സ്റ്റേറ്റുകൾ ഇങ്ങനെ നോക്കൂ. എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഭരിക്കാതിരിക്കുന്ന പാർട്ടിയായിട്ട് കൂടി നമ്മളെ ഇങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഹാറിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ഒപ്പം തന്നെ നമ്മുടെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഇവരൊക്കെ എജ്ജാതി സഹായമായിരിക്കും കൊടുക്കുക അല്ലേ? കാരണം അവിടെ ഒക്കെ ഭരിക്കുന്ന BJP ആണ്. എന്താ എന്റെ പൊന്ന് ആതിരക്കുട്ടി, നമ്മുടെ കേരളത്തിന് മാത്രം നിരന്തരം വളരെ വൃത്തിയായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് കേരളത്തിൽ എല്ലാവർക്കും അരി കിട്ടുന്നു. ഈ ഒരു അരി നിങ്ങളുടെ ഉത്തർപ്രദേശിലത്തെ ആളുകൾക്ക് വേണ്ടേ? അല്ല വേണ്ടേ? ഈ അരി കൃത്യമായി കിട്ടല് ബീഹാറിന് വേണ്ടേ? വേണ്ടേ? കൊടുക്കണ്ടേ? എടോ, ഇവിടെ നിങ്ങൾ ഭരിക്കുന്നില്ല, ബീഹാറൊക്കെ നിങ്ങളാണ് ഭരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ ബീഹാറിനൊക്കെ സഹായിക്കില്ലേ? ബീഹാർ നേരം പോലെ അരി പോലും കിട്ടാനില്ല, ഭക്ഷണം കഴിക്കാനില്ല. എന്തിനേറെ ഇവിടൊക്കെ നമ്മുടെ വീട്ടിലെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു 3 കക്കൂസെങ്കിലും ഉണ്ടാവും. രാവിലെ വെളിക്കിരിക്കാൻ 3 കക്കൂസെങ്കിലും ഉണ്ടാവും. ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ കക്കൂസ് നിന്ന് സഹായിക്കല്ലേ? ആ ബീഹാറിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലെ ആളുകൾക്കൊക്കെ കുറച്ച് കക്കൂസ് കൊടുക്കുന്നേ. ഇവന്മാര് രാവിലെ ഒരു പാട്ട വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്, കക്കൂസിലിരിക്കുക ഇറങ്ങുകയാണ്. എന്നിട്ട് കണ്ണി കണ്ട പറമ്പിലും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുത്തനങ്ങോട്ട് ഇരിക്കും. ഒരു പടക്കത്തിന് തെരി കൊടുത്ത മാതിരി അങ്ങനെ ഇരിക്കും, വെടിമരുന്ന് ഇരിക്കണ മാതിരി. എന്നിട്ട് ഇരുന്ന് കാര്യം സാധിക്കുക. ആ ഒരു കപ്പ് വെള്ളം കൊണ്ട് കാര്യങ്ങളൊക്കെ സഹായിച്ച് കുടുംബത്ത് പോകുന്ന ടീമാ. എല്ലാ സംഗതിയും ഞങ്ങൾക്ക് സഹായിക്കല്ലേ എന്റെ പൊന്നു. എന്റെ ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മളെ നാട്ടില് പ്രചാരത്തിന് വേണം. BJPക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇറങ്ങണം. എന്താ എങ്കിൽ മാത്രമാണ് സത്യസന്ധമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുള്ളൂ. എന്റെ സുഹൃത്തുക്കളെ, BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില സംസ്ഥാനങ്ങളുടെ പേരാണ് മഹാരാഷ്ട്ര എന്നും ബീഹാർ എന്നും സിക്കിം എന്നും, പിന്നെ അതുപോലെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗുജറാത്തൊക്കെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഇതുവരെ ആയിട്ട് നേരം പോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും നേരം പോലെ അവിടെ നടക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏകദേശം 40 ലക്ഷം കുട്ടികൾ പഠനം നിർത്തിയിരിക്കുന്നു. ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ 40 ലക്ഷം കുട്ടികൾ പഠനം നിർത്തിയെടുത്ത് നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി പോലും പഠനം നിർത്തിയിട്ട് വീട്ടിലിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ പൊതുവിദ്യാഭ്യാസം ഫ്രീ ആണ്, നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ് എങ്കിൽ, കേന്ദ്ര ഗവൺമെന്റാണ് ഈ വിദ്യാഭ്യാസ സഹായം മുഴുവൻ തരുന്നത് കേരളത്തിനെങ്കിൽ, എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം തരുന്നേ? ഇത് കൊണ്ടുപോയിട്ട് ബീഹാറിൽ കൊടുക്കൂ, ഇത് കൊണ്ടുപോയിട്ട് ഉത്തർപ്രദേശിൽ കൊടുക്കൂ, ഇത് കൊണ്ടുപോയിട്ട് ഗുജറാത്തിൽ കൊടുക്കൂ. അവിടുത്തെ പിള്ളേരൊക്കെ രാവിലെ മുതൽ തെണ്ടാൻ ഇറങ്ങുകയാണ്. ആസാമിലൊക്കെ കുട്ടികൾ, നമ്മുടെ മധ്യപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലൊക്കെ കുട്ടികള് രാവിലെ മുതൽ ഒരു പാട്ടയുമായിട്ട് തെണ്ടാൻ ഇറങ്ങുന്ന ദുരന്തപൂർണമായിട്ടുള്ള കാഴ്ച കാണാം. ഇവരുടെ വീടിന്റെ മുമ്പാടത്തു കൂടെ തന്നെ കക്കൂസ് വേസ്റ്റ് പോകുന്ന ഓടകൾ കാണാം, തുറന്നിട്ട ഓടകൾ കാണാം. റോഡ് സൈഡ് മുഴുവൻ മലീമസമായി കിടക്കുന്ന കാണാം, പശുചാണകവും മറ്റൊക്കെ ആയിട്ട് മലീമസമായി കിടക്കുന്ന കാണാം. നിങ്ങൾ അങ്ങനത്തെ ഒരു കാഴ്ച കേരളത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല. അത് കാണാൻ നമുക്ക് കഴിയില്ല.
കാരണം അത് ഇവിടുത്തെ ഭരണത്തിന്റെ ഈ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന ഗുണങ്ങളാണ്. അതായത് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസത്തിന് അവർ നേരിട്ട് ഭരിക്കാത്ത കേരളത്തിൽ ഇങ്ങനെ സഹായം കൊടുക്കുകയാണെങ്കിൽ അല്ലെ, ബീഹാറിലൊക്കെ എന്ത് സഹായം കൊടുക്കണ്ടായിരിക്കും. എന്റെ സുഹൃത്തുക്കള് തീട്ടപ്പറമ്പാണ്. രാവിലെ വെളിക്കിരിക്കാൻ വേണ്ടിയിട്ട് അവര് തീട്ടപ്പറമ്പിലേക്കാണ് പോകുന്നത്. വിദ്യാഭ്യാസം കിട്ടാൻ സ്കൂൾ നേരം പോലെ അവർക്കില്ലെന്ന് മനസ്സിലാക്കണം. എന്തിന്? നേരം പോലെ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റലുകൾ പോലുമില്ല. ഈ അടുത്ത കാലത്ത് മാതൃഭൂമി ഒരു അന്വേഷണം നടത്തിയ ഭാഗമാണ്, ഒരു പെട്ടിക്കട ഇട്ടിട്ട് ഇരിക്കുകയാണ്, കുറെ മരുന്നും ഒരുവൻ കഴുത്തിലുള്ള ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ടിരിക്കുകയാണ്. ഡോക്ടറാണത്രേ. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവനാണ് ഡോക്ടറായിട്ട് ഇരിക്കുന്നത്. അപ്പോ ഞങ്ങളെ തന്നിങ്ങനെ സഹായിക്കുന്ന നേരം നിങ്ങൾ നേരിട്ട സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്റെ പൊന്നാതിരക്കുട്ടി, നീ അതാ ചെയ്യണ്ടേ, സഹായിക്കണം. നമ്മളല്ല, നിങ്ങൾ നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ. ബൈ.